ഇന്ന് രാവിലെ 1:25-നാണ് ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. ആ ശസ്ത്രക്രിയ വിജയകരം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാൻ സാധിക്കുന്നത്. 6:30-നാണ് ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത്. മാറ്റിവെച്ച ഹൃദയം ആ 13-കാരിയിൽ സ്പന്ദിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ നിർണായകമായ സമയമാണ് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയായ കുട്ടിയെ ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ICUവിലേക്ക് മാറ്റിയിരിക്കുന്നത്. 48 മണിക്കൂർ ആ 13-കാരി അവിടെ ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യും. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായ 18 വയസ്സുകാരൻ ബിൽജിത്തിന്റെ ഹൃദയമാണ് ഈ 13 വയസ്സുകാരിയിലേക്ക് മാറ്റി പിടിപ്പിച്ചത്. ഇന്നലെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ബിൽജിത്തിന്റെ കുടുംബങ്ങൾ സമ്മതിച്ചതിനെ തുടർന്ന് രാത്രിയിൽ പോലീസിന്റെ സുരക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. മറ്റ് 6 പേർക്ക് കൂടി ആന്തരിക അവയവങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അതുമെല്ലാം വിവിധ ആശുപത്രികളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബിൽജിത്ത് ഇനി 6 പേരിലൂടെ ജീവിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 13 വയസ്സുകാരി ഇന്നലെ കൊല്ലത്ത് നിന്ന് വളരെ വേഗത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ആ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവിടെ എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. 5 മണിക്കൂർ നീണ്ടുനിന്ന ആ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് പുലർച്ചെ 6:30-ന് ഡോക്ടർ ജോസ് പെരിയപുറവും ഡോക്ടർ ജോ ജോസഫും ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂറാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ കുട്ടിയുടെ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറ്റിവെച്ച ഹൃദയം ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പുതു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അത് ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത കൂടിയാണ്.